അബുദാബി 24/7 ചാനൽ ഒരുക്കുന്ന ടോക്ക് ഷോ ഇൻസൈറ്റിലേക്ക് സ്വാഗതം. ക്ലിൻറ്റ് പൗത്രൻ UAE സ്റ്റേജ് കലാകാരന്മാരുടെ അഭയകേന്ദ്രമാണ് ഈ പൗത്രൻ മാഷ്. മലയാള സിനിമയിൽ നമുക്ക് ഏറ്റവും പരിചിതമായ ഒരു ഡയലോഗുണ്ട്. മോഹൻലാൽ ചോദിക്കുന്ന ഒരു ഡയലോഗ്, മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലേടാ. മേക്കപ്പിന് ഒരു പരിധിയുമില്ലെന്ന് തെളിയിച്ച് ഏതൊരു കലാകാരനെയും ഏതൊരു കഥാപാത്രമാക്കി മാറ്റുന്ന ഏറ്റവും മികവുറ്റ ഒരു കലാകാരൻ. 35 വർഷത്തെ നാടക പരിചയവുമായി നമ്മുടെ മുൻപിലുള്ളത് പൗത്രൻ മാഷാണ്. നമുക്ക് പൗത്രൻ മാഷിനെ പരിചയപ്പെടാം. സ്വാഗതം പൗത്രൻ മാഷ്. നമസ്കാരം. നാട്ടിലെവിടെയാണ്? ഞാൻ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിൻ്റെ അടുത്ത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രത്യേകത തോന്നിയത് ഒരു പേരിൽ ക്ലിൻറ്റ് പൗത്രൻ, അങ്ങനെയാണോ പറയുന്നത്? എനിക്ക് ആദ്യം ഈ പരസ്യകല നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു. ഏതാണ്ട് 86-87 കാലഘട്ടത്തിലാണെന്നോ. ആ സമയത്താണ് നമ്മളെ ക്ലിൻറ്റ് എന്ന് പറയുന്നൊരു കൊച്ചുകുട്ടി 6,000-ഓളം പടങ്ങൾ വരക്കുകയും മരിക്കുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ ഒരു ഓർമ്മ എന്ന നിലയിലാണ് ഞങ്ങൾ ക്ലിൻറ്റ് ആർട്സ് എന്നൊരു സ്ഥാപനം തുടങ്ങിയത്. അപ്പോൾ അത് കേരളത്തിൽ തന്നെ ആ പേരിലെ സ്ഥാപനം. ഒരു സുഹൃത്ത് തന്നെ സംസാരിക്കുന്നുണ്ട്, നമുക്കൊന്ന് കേൾക്കാം. ക്ലിൻറ്റു പവിത്രൻ മാഷ് ക്ലിൻറ്റ് എന്ന് പറയുന്ന പേര് ഒപ്പം ചേർത്തത് ക്ലിൻറ്റ് എന്ന ബാലപ്രതിഭയോടുള്ള ആദരം കൊണ്ടും ഓർമ്മ മുറുകെ പിടിക്കണം എന്നുള്ളത് കൊണ്ടും ആകാം. ഏതായാലും പയ്യന്നൂരിലെ ആദ്യത്തെ കലാപ്രവർത്തനങ്ങളുടെ സമയത്തൊക്കെ ബാലസംഘത്തിൻ്റെയും ബാലസംഘത്തിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ക്ലിൻറ്റ് മാഷിൻ്റെ പല കാര്യങ്ങളും വളരെ സന്തോഷത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. എന്നെക്കാളും ഒരുപാട് പ്രായം കൂടിയ ചിത്ര അധ്യാപകൻ ആണ് ക്ലിൻറ്റ് പൗത്രൻ മാഷ്. പല രംഗത്ത് അടയാളപ്പെടുത്തിയ ഓരോരോ പ്രവർത്തനങ്ങളിലും, അത് മിനി സ്ക്രീനിലും നാടകത്തിലും മൾട്ടിമീഡിയ പ്രൊഡക്ഷൻ്റെ കാര്യത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള ഷോർട്ട് ഫിക്ഷൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഡോക്യുമെൻ്ററികളുടെ കാര്യത്തിലും ഒക്കെ ക്ലിൻറ്റുവിൻ്റെ പ്രവർത്തനം ഒരുപാട് സഹായകമായി എൻ്റെ സൃഷ്ടികളെ ഉപകരിച്ചിട്ടുണ്ട്, അതിന് മിഴിവ് പകർന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഹായ്, പ്രമോദ് പയ്യന്നൂർ കേരളത്തിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ ഭാരത് ഭവൻ്റെ സെക്രട്ടറി കൂടിയാണ് ഇദ്ദേഹം എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ്. ഒരുപാട് ഇദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി വലിയൊരു ലിസ്റ്റ് തന്നെ പറയുന്നുണ്ടല്ലോ. ഒരുപാട് കൈവച്ചിട്ടുണ്ട്. അത്രയും സഹായം ചെയ്തിട്ടുള്ള, അതായത് കലാപരമായിട്ട് എനിക്ക് പ്രോത്സാഹനം തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ചെറുപ്പം മുതലേ കലാരംഗത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, പ്രമോദ് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, യൂണിവേഴ്സിറ്റി കലോത്സവത്തിലൊക്കെ ഞാൻ മേക്കപ്പ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഓണത്താറ് എന്ന് പറയുന്ന ഒരു ടെലിഫിലിം, അതുപോലെ മറ്റൊരു ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഒരു കയ്യൂർ സമരത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കുകയുണ്ടായി കൈരളി TV-ക്ക് വേണ്ടി. അതിൽ 3, 4, 5 സംവിധായകർ ഒന്നിച്ചുണ്ടായിരുന്നു. അതൊരു വലിയൊരു മഹാഭാഗ്യമായിരുന്നു എനിക്ക്. ആദ്യമായിട്ട് കിട്ടിയൊരു അവരോടൊക്കെ ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള സാധ്യത. അതെ, അത് PT കുഞ്ഞുമുഹമ്മദ്, നമ്മുടെ മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായ അന്തരിച്ച KR മോഹനാട്ടൻ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ വിട്ടുപിരിഞ്ഞു പോയ ബാബു ഭരദ്വാജ്, പിന്നെ ഇപ്പോഴത്തെ പ്രശസ്ത സംവിധായകനായ പ്രിയനന്ദൻ, അതുപോലെ തന്നെ സുവീരൻ. അവരോടൊപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണോ അതോ അഭിനേതാവ് അങ്ങനെയൊക്കെയുള്ള നിലയിലാണോ? അല്ല, അന്ന് ഞാൻ മേക്കപ്പ് ആയിട്ട് തന്നെയാണ് പോയത്. മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. അന്ന് നാടകത്തിനൊക്കെ ചെയ്യുന്നൊരു ചെറുപ്പകാലത്തുണ്ടായിരുന്ന ഒരു പ്രവർത്തനം എന്തായിരുന്നു? ഈ ഒരു കലാപ്രവർത്തനം എന്തായിരുന്നു? ചെറുപ്പകാലത്ത്, സ്കൂൾ കാലത്ത് അധികം ഉണ്ടായിരുന്നില്ല. UP തലത്തിൽ മുതലാണ്. എനിക്കിതിനെക്കുറിച്ച് അത്ര അറിയില്ലായിരുന്നു. പക്ഷേ നമ്മുടെ നാട് ഒരു ഈ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് വളരെ വളക്കൂറുള്ളൊരു മണ്ണാണ് പയ്യന്നൂർ. അപ്പോൾ നമ്മൾ ജനിച്ച് ഏതാണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ തെയ്യങ്ങൾ, ഉത്സവപ്പറമ്പിൽ തെയ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരു സുഹൃത്തിനെ കൂടെ കാണാം. ഹായ് ക്ലിൻറ്റു, നമസ്കാരം. ക്ലിൻറ്റുവും ഞാനും തമ്മിൽ ഏകദേശം ഒരു 10-25 വർഷം ഉള്ള ഒരു പഴക്കമുണ്ട്. ഞാനൊക്കെ അഭിനയം തുടങ്ങുന്ന സമയത്ത് കണ്ണൂർ ഭാഗത്താണ്. എനിക്ക് സ്ഥലം കൃത്യമായിട്ട് ഓർമ്മയില്ല.
പ്രമോദ് പയ്യന്നൂർ ചെയ്തിട്ടുള്ള ഒരു ദൈവത്താർ എന്ന് പറയുന്ന, ദൈവത്താറല്ല, ഓണത്താർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അന്ന് പോയത്. ആ ഷോർട്ട് ഫിലിമിനകത്തുള്ള കഥാപാത്രം ഈ തെയ്യം കെട്ടുന്ന ഒരു കലാകാരൻ്റെ വേഷമാണ്. അപ്പോൾ ആ വേഷം ചെയ്ത് അത് ഒരുക്കിയത് നമ്മുടെ ക്ലിൻറ്റുവാണ്. അന്ന് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അത് അതേപോലെ ആ ഒരു സൗഹൃദം ഇപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ആ മണികണ്ഠൻ പട്ടാമ്പി നമ്മുടെ അടുത്ത സുഹൃത്താണ്, നല്ല കലാകാരനാണ്. തെയ്യം എന്നുള്ള വേഷമാണോ മണികണ്ഠൻ ചെയ്തത്? അതെ, അദ്ദേഹം ഡ്രാമ സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യകാലങ്ങളിൽ ഈ ടെലിഫിലിമിന് വേണ്ടി അഭിനയിക്കാൻ വേണ്ടി വന്നു. ഈ മേക്കപ്പിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയല്ലേ തെയ്യം കലാകാരൻ? അതെ. അപ്പോൾ എനിക്ക് പുള്ളിയെ കുറിച്ച് അന്ന് പരിചയമില്ലായിരുന്നു. പക്ഷെ പിന്നീട് ഏറ്റവും എളിമയുള്ളൊരു കലാകാരനാണ്. പിന്നീടാണ് പുള്ളി പറഞ്ഞ് ഞാൻ മൺകോലങ്ങൾ എന്ന പടത്തിലൊരു നായകനായിരുന്നു എന്ന്. അപ്പോൾ അത്രയും സൗഹൃദം നമ്മളുണ്ടായിരുന്നു. അതിൽ തെയ്യം കലാകാരൻ്റെ വേഷമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. അത് ചെയ്യാൻ എനിക്ക് ഈസി ആയത്, ഞാൻ കുഞ്ഞുനാളിലെ തെയ്യം കാണുകയും നിരന്തരം പല അമ്പലങ്ങളിലും പോയി തെയ്യത്തിൻ്റെ, അതായത് ആഹാര്യ അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള, ആഹാര്യ ശോഭയുള്ള ഒരു ആർട്ട് ഫോമാണ് തെയ്യം. അപ്പോൾ ചമയം, അതിൻ്റെ ആടയാഭരണങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീട് ഇദ്ദേഹം തന്നെ ഒരു നാടകത്തിൽ, അതായത് പ്രമോദ് പയ്യന്നൂർ സംവിധാനം ചെയ്ത ചുമൻ്റെ തൊടി എന്ന നാടകം, ഉയർത്തടി, അത് പ്രശസ്തമായ ശിവരാമകാരന്തിൻ്റെ ഒരു പ്രശസ്തമായ നോവലാണ്. നെരുവമ്പ്ര നാടകവേദി എന്ന നാടക ട്രൂപ്പിന് വേണ്ടി പേരാമ്പ്ര വെച്ച് സംഗീത നാടക അക്കാദമിയുടെ മത്സരത്തിൽ ഏറ്റവും നല്ല നടനായിട്ട് മണികണ്ഠനെ തിരഞ്ഞെടുത്തു. അതിൽ ഏറ്റവും 2 രംഗങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത്, 2 വേഷം. അതിൽ ഏറ്റവും കൂടുതൽ മേക്കപ്പ് കാര്യങ്ങൾ ചെയ്തത് സോദരൻ മാഷാണോ? എങ്ങനെയാണ്? അതെ, അതിൻ്റെ മേക്കപ്പ് ഞാൻ തന്നെയാണ് നിർവഹിച്ചത്. ഒരു മുഴുവൻ? അതെ, എല്ലാ കഥാപാത്രങ്ങളും. അതിൽ എടുത്തു പറയേണ്ടത് ഈ ചോമനും ചോമൻ്റെ മകനുമാണ്. ഇദ്ദേഹം തന്നെയാണ്, ഈ മണികണ്ഠൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് 2 ക്യാരക്ടർ ചെയ്യുന്നത്. അത് നിമിഷങ്ങൾ കൊണ്ട്, ഒരു ഇന്ദ്രജാലക്കാരൻ്റെ കരവിരുതോടുകൂടി നമ്മളത് മാറ്റേണ്ടതുണ്ട്. പെട്ടെന്ന് അച്ഛനാകുന്നു, അത് കഴിഞ്ഞ് മകനാകുന്നു, അങ്ങനെ ഉള്ള ഒരു സീനാണ്. ചെറിയ സമയം മാത്രമേ ഉള്ളൂ. നാട്ടിൽ മാത്രമല്ല, ഇവിടെ യുഎയിലും അങ്ങനെയുള്ള കലാകാരന്മാരെ ഒട്ടും അറിയാൻ മേലാത്ത രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം. ഉണ്ട്. അതിൽ ഞാൻ ഒരുപാട് രംഗത്തേക്ക് വരാനുള്ളൊരു കാരണം അതിലാണ് കിടക്കുന്നത്. താങ്കളുടെ ചോദ്യം. അങ്ങനെയുള്ളൊരു കലാകാരനെ കൂടെ പരിചയപ്പെടും. പവിത്ര മാഷേ നമസ്കാരം. ഞാൻ കമറുദ്ദീൻ കലാഭവൻ. ഓർമ്മയില്ലേ? ഞാൻ പവിത്ര മാഷ ഓർക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കെ കരുണാകരൻ, നമ്മുടെ ലീഡർ, അദ്ദേഹത്തിൻ്റെ ആ മേക്കപ്പിലൂടെ എനിക്കിപ്പോഴും മറക്കാൻ വയ്യ. സാബിയയിലെ പല ഫാമിലി വീടുകളിലും അതുപോലെ തന്നെ ലേബർ ക്യാമ്പുകളിലും ബാച്ചർ റൂമുകളിലൊക്കെ ആ വേഷം കെട്ടി ഞാൻ പോയത് എനിക്ക് ഒരിക്കലും മറക്കാൻ വയ്യ. ഇന്നും എൻ്റെ കൂട്ടുകാർ പറയും ആ മേക്കപ്പ് ചെയ്ത ആ വ്യക്തി ആരാണെന്ന്. പവിത്ര മാഷ എനിക്ക് എന്തായാലും എന്നെ എത്രയോ മേക്കപ്പ് ചെയ്ത ആളുകളുണ്ട്, പല വേദികളിലും അതുപോലെ തന്നെ പല ടെലിഫിലിമിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മാഷ എനിക്ക് 1-2 വേദി, ഇപ്പോൾ മലയാള സമാജത്തിലെ നാടകത്തിലായാലും അതുപോലെ തന്നെ കോമഡി ഷോ പരിപാടിയിലായാലും മാഷ ആ ഒരു എളിമ, കലാകാരന്മാരോടുള്ള എളിമ ഭയങ്കരമാണ്. അത് പറയാതിരിക്കാൻ വയ്യ. കമറുദ്ദീൻ, താങ്കളുടെ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. അങ്ങനെയുള്ള രൂപമാറ്റങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മയിലുള്ളൊരു സംഭവം? അത് ഒരു 10-18 വർഷത്തെ അനുഭവം തന്നെയുണ്ട്. കാരണം ഈ ആദ്യം തന്നെ 1989 സാംസ്കാരിക വകുപ്പിൻ്റെ കീഴിൽ നമ്മുടെ യുവജനങ്ങൾക്കായിട്ട് യുവജനമേള എന്ന പേരിൽ ഒരു മത്സരം നടത്തിയിരുന്നു നാട്ടിൽ. വർഷങ്ങളായിട്ട് അതിപ്പോഴും ഉണ്ട്, കേരളോത്സവം എന്ന പേരിൽ. അതിൽ ഞാൻ 89 ഒരു ആദിവാസിയുടെ വേഷം ധരിക്കുകയും എനിക്ക് പഞ്ചായത്ത് തലത്തിലും ജില്ലാ തലത്തിലും, അതായത് ബ്ലോക്ക് തലത്തിലും സംസ്ഥാന തലത്തിലും സമ്മാനം. അത് ആദിവാസി സ്ത്രീ ഒരു കുഞ്ഞിനെ എടുത്തിട്ടുള്ള ഒരു രംഗമാണ്. അതിന് എനിക്ക് സമ്മാനം കിട്ടുമ്പോൾ നാട്ടിൽ വരികയും, നാട്ടിൽ നിന്ന് കോട്ടയത്ത് വെച്ചായിരുന്നു തോന്നുന്നു, ടി കെ രാമകൃഷ്ണൻ സാറിൻ്റെ കയ്യിൽ നിന്നാണ് അവാർഡൊക്കെ വാങ്ങിച്ചിട്ടത്. അതിനുശേഷം ഒട്ടനവധി ആളുകൾ എന്നെ സമീപിക്കുകയും അങ്ങനെ 3-4 വർഷം വീണ്ടും 1ാം സ്ഥാനം നേടിക്കൊടുക്കുകയും മറ്റുള്ളവർക്ക്, അത് പിന്നെ ഇതാണ് എൻ്റെ തട്ടകം എന്ന് എനിക്ക് തോന്നുകയും ചെയ്യുകയും
പിന്നീട് കുറച്ച് പ്രതിഫലം കിട്ടുകയും ചെയ്തു. വരുന്നത് അങ്ങനെയാണ്. അതെ, പിന്നീട് അത് ഗൗരവമായി എടുക്കുന്നതിലാണ്. അതിനു മുമ്പേ നാടകങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നീട് കേരളം മുഴുവൻ യുവജനോത്സവത്തിൽ കുട്ടികൾക്ക് ഫാൻസി ഡ്രസ്സ്, അതുപോലെ ടാബ്ലോ, അത് എല്ലാ പോലീസ് കലാമേള, എക്സൈസ് കലാമേള, പോളി ടെക്നിക് കലാമേള, എ സോൺ, ബി സോൺ, ഇന്റർ സോൺ, ഇങ്ങനെ ശിഷ്യഗണങ്ങളിൽ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കുന്ന ഏറ്റവും പ്രമുഖരായിട്ടുള്ള ശിഷ്യന്മാരാരൊക്കെയാണ് ഇപ്പോൾ? അതൊരു ഒത്തിരി പേരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഞാനൊരു ബാർബി ഡോളാക്കിയിട്ട് ചലിക്കുന്നൊരു പാവ, അദ്ദേഹം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 1ാം സ്ഥാനം നേടി. ഇപ്പോൾ ഒരുപാട് സീരിയലിലൊക്കെ അഭിനയിക്കുന്ന OK രവിശങ്കർ എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്താണ് സംഗീതം കോളേജ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സുബീഷ് സുധി എന്ന് പറയുന്ന, അവനെ കുംഭകോണത്തിലെ ഒരു കത്തിക്കരിഞ്ഞ ശവശരീരത്തിനിടയ്ക്കിൽ അന്വേഷിച്ചു പോകുന്ന ഒരു മുത്തശ്ശിയുടെ വേഷം, അവൻ കലാപ്രതിഭയാവുകയും പിന്നീട് അവൻ സിനിമയിലെത്തുകയും ഒട്ടനവധി സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരുപാട് ശരിയല്ല, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ കുറേ സിനിമകൾ വന്ന് ഷൂട്ട് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലൊക്കെ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? UAE പിന്നെ സിനിമയിൽ പ്രവർത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. 1-2 ഈ നാടക സീസൺ കൊണ്ട്, അതായത് ഭരത് മുരളി നാടകോത്സവമാണ് ഇന്ത്യയിൽ ഏറ്റവും ഇന്ത്യയുടെ വെളിയിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ മലയാള നാടകോത്സവം. അതിൽ എല്ലാ ട്രൂപ്പും എന്നെ വിളിക്കുകയും എനിക്കതൊരു ഉപജീവന മാർഗവും ഒപ്പം എനിക്ക് എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു ആർട്ടും ആയതുകൊണ്ട് എനിക്കൊരു സിനിമയുടെ ഓഫർ കിട്ടിയപ്പോൾ നമ്മുടെ പിന്നെ അങ്ങനെ കൂടെ പ്രവർത്തിച്ച ഒരാൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. നമസ്കാരം, ഞാൻ സുനിൽ സുഗത. കുറച്ചു കാലം മുമ്പ് ജിമ്മി ഈ വീടിന്റെ ഐശ്വര്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി എനിക്ക് ദുബായിൽ പോകേണ്ടിയിരുന്നു. അപ്പോൾ പോകുമ്പോഴേ നമ്മുടെ നാടകരംഗത്തുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു അവിടെ പവിത്രൻ ഉണ്ടായിരിക്കും, പവിത്രനെ പരിചയപ്പെടണമെന്നൊക്കെ. നമ്മൾ ചെല്ലുമ്പോഴും അവിടെ പവിത്രൻ ഉണ്ടായിരുന്നു. പവിത്രൻ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിലാണ് വന്നതെങ്കിലും ആ സിനിമയിലെ ഒരു നിറഞ്ഞ സാന്നിധ്യമായിരുന്നു പവിത്രൻ. അതായത് ഇപ്പോൾ ഭക്ഷണം കൃത്യസമയത്തിന് അതിൻ്റെ കാര്യങ്ങൾ നോക്കുക, ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ നോക്കുക, ചിലപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കിട്ടിയില്ലെങ്കിൽ പറ്റിയ ഒരാളെ തേടി പിടിച്ച് കൊണ്ടുവരിക, എന്നിങ്ങനെ എല്ലാവർക്കും സഹായമായി വളരെ ആത്മാർത്ഥയോടുകൂടി പ്രവർത്തിക്കുന്ന പവിത്രനുമായിട്ട് ഞാൻ പെട്ടെന്ന് സൗഹൃദത്തിലായി. അപ്പോൾ നാട്ടിലെ കലാപ്രവർത്തനങ്ങൾ പോലെ തന്നെ അദ്ദേഹം ദീർഘകാലം ഗൾഫിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് എല്ലാവർക്കും പ്രിയങ്കരനാണ് പവിത്രൻ. ഹായ് സുനിൽ സാർ, നമസ്കാരം. ഇവിടെ വന്നിട്ട് കുറച്ച് ടെലിഫിലിമുകൾ, അതുപോലെ ഈ നമ്മുടെ മാമുക്കോയെ വെച്ചിട്ട് തുടരും എന്നുള്ളൊരു ടെലിഫിലിം, അതുപോലെ തന്നെ ഷവർമ്മ എന്ന് വെച്ച് നമ്മുടെ കൊച്ചു പ്രേമനെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഒരു വലിയ മൂവി ഇതിൽ നമ്മുടെ രാജു ചന്ദ്ര അയാൾ ചിക്കാരി ശംഭുവിൻ്റെ ഒക്കെ പിന്നണി പ്രവർത്തിച്ച ഒരാളാണ്. നല്ല സംവിധായകൻ. ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഒരു നാടകം, അതിൻ്റെ ഒരു മേക്കപ്പ് രംഗം അല്ലെങ്കിൽ ആ ഒരു അസൈൻമെൻറ്റ് തരിക, ഒരു സംവിധായകൻ തരികയാണ്, ഒരു അസൈൻമെൻറ്റ് തരുന്നു, ഈ ഒരു സിനിമയുടെ അല്ലെങ്കിൽ നാടകത്തിൻ്റെ മേക്കപ്പ് ചെയ്യണം, എന്തൊക്കെയായിരിക്കും സാറ് നോക്കുന്നത്? നമ്മൾ നാടകത്തിൻ്റെ ആയാലും സിനിമേൻ്റെ ആയാലും അതിൻ്റെ കഥാപാത്രങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതിരിക്കുന്നു. ഒന്നുകിൽ നമ്മളത് സ്ക്രിപ്റ്റ് മനസ്സിലാക്കണം ആദ്യം, പിന്നെ അതിൻ്റെ സിറ്റുവേഷൻ, അതായത് അതിൻ്റെ കാലം, ഏത് പ്രായത്തിലാണ് ഈ കഥാപാത്രം, ചിലപ്പോൾ ഈ കഥാപാത്രം മാറി വരും. അപ്പോൾ നമുക്ക് അതൊരു കഥ മുഴുവൻ കേൾക്കുമോ? നമ്മൾ റിഹേഴ്സൽ കാണും, അല്ലെങ്കിൽ നമ്മൾ ഈ നോവൽ വായിക്കും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ഹോംവർക്ക് ചെയ്യും. ഏത് വർഷത്തിലെയാണോ, ചിലപ്പോൾ AC BC അങ്ങനെയൊക്കെ പറഞ്ഞ് എത്ര വർഷങ്ങൾക്കുള്ള. അപ്പോൾ ചരിത്ര നാടകമാണെങ്കിൽ ചരിത്ര ക്യാരക്ടർ, നമ്മൾ സോഷ്യലായിട്ടുള്ളതാണെങ്കിൽ സോഷ്യൽ ഡ്രാമയുടെ ക്യാരക്ടർ. അപ്പോൾ അത് നമ്മൾ ആദ്യം വിലയിരുത്തുകയും അതിന് വേണ്ടുന്ന ഒരു ഡിസൈൻ ആദ്യം ഉണ്ടാക്കുകയും അങ്ങനെ നമ്മൾ നടന്മാരുമായിട്ട് ഒന്ന് കൺഫേം ചെയ്യും. സഹായികളായിട്ട് കുറേ പേരുണ്ടോ? സഹായിയായിട്ട് 1-2 പേരാണ്, മിക്കവാറും ഞാൻ തന്നെയാണ് ഒന്നിച്ച് ചെയ്യാറ്. കാരണം ഒന്നാമത് ഇത് സ്പീഡ് ആവശ്യമാണ്. ഈ ഭരത് മുരളി നാടകോത്സവം പോലുള്ള ഇതിൽ ഭയങ്കര സ്പീഡ് വേണം. കാരണം ഒരു നടൻ തന്നെ 3-4 വേഷം കൈകാര്യം ചെയ്യും. അതുമാത്രമല്ല അതിൽ 10-25 പേരുണ്ടാവും. അവർ 2 വേഷം 3 വേഷമൊക്കെ ചെയ്യുമ്പോൾ 10-50 കഥാപാത്രങ്ങളുണ്ടാവും. അപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. പിന്നെ കാലത്തിൻ്റെ ക്രമാനുഗതിക്കനുസരിച്ചിട്ട് 25 വയസ്സ്, 40 വയസ്സ്, 50 വയസ്സ്, 80, 90, 100 അങ്ങനെ പോകും. ഒപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും പോകുന്നുണ്ടാവും. അങ്ങനെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു നാടകമായിരുന്നു പിന്നെ മഞ്ജുളൻ സംവിധാനം ചെയ്ത ഷാർജ മാസിൻ്റെ ഒരു നാടകം അദ്രികന്യ. അതിന് ഏറ്റവും നല്ല മേക്കപ്പിൻ്റെ അവാർഡും കിട്ടിയിരുന്നു. മാഷിപ്പം സിനിമയിലും നാടകത്തിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിലൊരു വ്യത്യാസം എന്താ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ശരിക്കും നല്ല വ്യത്യാസമുണ്ട്.
സിനിമ വേറൊരു മാധ്യമമാണ്, നാടകം മറ്റൊരു മാധ്യമമാണ്. നാടകം നടന്മാർ നേരിട്ട് ഓഡിയൻസുമായി സംവദിക്കുകയാണ്. അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഭാഗം അവരഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഫാൾട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു വിഗോ മീശയോ ചെറിയൊരു ബ്ലാക്ക് ഔട്ടിൽ നമ്മളത് പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അപ്പോൾ എപ്പോഴും നാടകത്തോടൊപ്പം ഈ മേക്കപ്പ് ഒരു നാടകം നടക്കുമ്പോൾ ഫുൾ ടൈം അവിടെ ഉണ്ടാവും. ഫുൾ ടൈം വേണം. മാത്രമല്ല അവസാനം വരെയുള്ള അതിൻ്റെ മാറ്റങ്ങൾ, ചിലപ്പോൾ പ്രായം ചെന്ന ആൾക്കാരാക്കേണ്ടി വരും, അതേ ആൾ തന്നെ വീണ്ടും 25 വയസ്സിലേക്ക് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓടിച്ചാടി നടക്കണം ഈ നടന്മാരുടെ പിന്നിൽ. നടന്മാരെത്ര അധ്വാനിക്കുന്നു അത്ര തന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റും പിന്നിലൂടെ അധ്വാനിക്കും. അത് ഓഡിയൻസ് കാണുന്നില്ല എന്നേ ഉള്ളൂ. മത്സരമാകുമ്പോൾ ചില വിധികർത്താക്കളത് ശ്രദ്ധിക്കാറുണ്ട്. അതാണ് ഇപ്പോൾ അദ്രികന്യ എന്ന് പറയുന്ന നാടകത്തിൽ ഈ മഞ്ജുളൻ സംവിധാനം ചെയ്ത നാടകമാണ്. അതിൽ ഭാര്യയും ഭർത്താവും രവിശങ്കറിൻ്റെതാണ് നാടകം. 25 വയസ്സ്, 40 വയസ്സ്, 60 വയസ്സ്, 80, 90, 100 അങ്ങനെ കടന്നു പോകുന്നു. ഇവരെ മേക്കപ്പ് ചെയ്ത് ടീമായിട്ട് ചെയ്യണം പെട്ടെന്ന്. അതേ സമയത്ത് തന്നെ സഹ നടന്മാരായിട്ടുള്ള ആളുകൾക്കും ആ പ്രായവ്യത്യാസം വരും. അപ്പോൾ അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മളത് ചെയ്തേ പറ്റൂ. അത് നാടകം തീരുന്നത് വരെ നമ്മൾ ഇതിൻ്റെ കൂടെ വിജിലൻ്റായി നിൽക്കണം. അത് പിന്നെ സിനിമയുടെ കാര്യം പറയുമെന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ വ്യത്യസ്തമായ ഒരു എക്യുപ്മെൻറ്റ്സും അതുപോലെ തന്നെ കോസ്മെറ്റിക്കൊക്കെയാണ്. അത് നമുക്കൊരു വിഗ് അടർന്നു പോയാൽ അല്ലെങ്കിൽ മീശ അടർന്നു പോയാൽ നമുക്ക് കട്ട് പറയാം. കട്ട് ചെയ്ത് നമുക്ക് വീണ്ടും ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അത് ഇപ്പോൾ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കഥാപാത്രം ഉണ്ടാവും? ഒട്ടുമിക്ക കഥാപാത്രങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ഇവർ ഈ സംവിധായകർ ഡിസൈൻ ചെയ്യുന്നത്. ഒന്നാമത് ഈ പാശ്ചാത്യ രചനയാണ് അവലംബിക്കുന്നത്. ഷേക്സ്പിയർ പോലുള്ള കഥാപാത്രങ്ങൾ, ഷേക്സ്പിയറുടെ നാടകങ്ങൾ. അങ്ങനെ അനുഭവമുള്ള ഒരാൾ എത്തിയിട്ടുണ്ട്. ഭരത് മുരളി നാടകോത്സവത്തിന് മദർ കറേജ്, ബെർട്ടോൾഡ് ബ്രെക്റ്റിൻ്റെ മദർ കറേജും അവരുടെ മക്കളും എന്ന് പറഞ്ഞ നാടകം ഷാർജ തിയേറ്റർ ക്രിയേറ്റീവ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് ചെയ്യാൻ വേണ്ടി വരികയും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസൈനായിരുന്നു അത്. ഒരു 1930-കളിലൊക്കെ ഉള്ള ഒരു മേക്കപ്പ് പാറ്റേണും സംഭവങ്ങളൊക്കെ ആയിരുന്നു വേണ്ടത്. അപ്പോൾ അന്ന് പവിത്രേട്ടൻ തന്നെയായിരുന്നു മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. വളരെ മനോഹരമായിട്ട് പവിത്രേട്ടൻ അത് ചെയ്തു തന്നു. പവിത്രേട്ടൻ്റെ കൂടെയുള്ള മേക്കപ്പ് എക്സ്പീരിയൻസ് തികച്ചും വ്യത്യസ്തമാണ്. ഒരു എന്താണ് തികച്ചും ക്രിയേറ്റീവായിട്ട് ചമയ കലയെ പൂർണ്ണമായും ക്രിയേറ്റീവായിട്ട് കാണുന്ന ഒരാളാണ് പവിത്രേട്ടൻ. എന്തായാലും പവിത്രേട്ടൻ്റെ കൂടെ ഇത്രയും വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഹായ് ശ്രീജിത്ത്, നമസ്കാരം. അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രവുമായിട്ട് ബന്ധപ്പെട്ട അനുഭവമുണ്ട്? ഒട്ടനവധി. അദ്ദേഹത്തിൻ്റെ കൂടെ ഒട്ടനവധി നാടകങ്ങളിൽ വർക്ക് ചെയ്യാൻ ചെയ്തു. അതിൽ അദ്ദേഹത്തിൻ്റെ ഡിസൈനിങ് എന്ന് പറയുന്നത് മദർ കറേജ്, അതായത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറുമായിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല, വിദേശ ടൈപ്പാണ്. അപ്പോൾ തന്നെ കോസ്റ്റ്യൂമും അവരുടെ സ്കിൻ ടോണൊക്കെ മാറ്റമായിരിക്കും. അതുപോലെ തന്നെ ഹെയർ ഒരു ബ്രൗണിഷ് നമ്മൾ ഒരു നടനെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സും തിരഞ്ഞെടുക്കുന്നത് മോശമാണോ? നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നുണ്ട് ഏതാണെന്നൊക്കെ. പക്ഷെ എന്നാലും ഒരു കോസ്റ്റ്യൂമർ ഉണ്ടാകും. പക്ഷെ ചിലപ്പോൾ ചില നാടകങ്ങൾക്ക് നമ്മൾ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സ്കിൻ ടോണും അതുപോലെ തന്നെ ഈ ഹെയറിൻ്റെ ടോണൊക്കെ ബ്രൗണിഷ് ആകുമ്പോൾ അല്ലെങ്കിൽ റെഡിഷ് ആകുമ്പോൾ അതിലുള്ള 50 പേർക്കും 25 പേർക്കും ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ളതാണ്. അത് ആ ടോണ് മാറരുത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാവും. അതാണ് ആ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്. മറ്റൊന്ന് ഈ പറയുന്ന ക്യാരക്ടറൈസേഷൻ, ക്യാരക്ടറുടെ വൈവിധ്യങ്ങൾ, അവർ പെട്ടെന്ന് മാറി വരുന്നതും അതൊക്കെ വല്ലാതെ നമ്മളൊക്കെ ഒരു പെയിൻ ഉണ്ടാക്കുന്നതാണ്. ചിലപ്പോൾ ചില നാടകങ്ങളിൽ കൂടുതൽ ജെൻസ് ചിലപ്പോൾ നമ്മുടെ ആഫ്രിക്കക്കാരായിരിക്കും. ആഫ്രിക്കക്കാരാകുമ്പോൾ വെളുത്ത നടന്മാരായിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്നത്. അവരെയൊക്കെ ഈ കറുത്ത വർഗ്ഗമാക്കണം. അത് കാലിൻ്റെ ഒപ്പൂറ്റി മുതൽ തലമുടി വരെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വർക്കുകൾ കൂടും. അപ്പം സ്വാഭാവിക ചില സമയത്ത് നമുക്കൊരു വല്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന പോലെ വേർക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. നമ്മുടെ കെ വി ബഷീറിൻ്റെ ഒരു നാടകം കനൽപ്പാടുകൾ എന്ന് പറയുന്ന നാടകത്തിൽ കെവിൻ കെല്ലറുടെ ഫോട്ടോഗ്രാഫറുടെയാണ്. അതിൽ ഈ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന കുറേ ആഫ്രിക്കൻ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര വർക്കായിരുന്നു. അതുപോലെ 35 വർഷത്തെ ഒരു ജീവിതത്തിൽ ഇതുപോലെ ഇഷ്ടംപോലെ
അനുഭവങ്ങൾ, ഇഷ്ടംപോലെ കഥാപാത്രങ്ങളും കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഇതുപോലെ അപ്രിസിയേഷൻസ്, അത് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ അവാർഡുകളായിരിക്കും? എനിക്ക് നാട്ടിൽ വെച്ച് 2 അവാർഡ് കിട്ടിയിരുന്നു. പ്രാദേശികമായിട്ടുള്ള അവാർഡുകളാണ്. അത് കിങ്ലിയർ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ. മറ്റൊന്ന് സന്ധ്യമേഘങ്ങളുടെ യാത്രാമൊഴി എന്ന് പറയുന്ന ഒരു നാടകത്തിൻ്റെയാണ്. പിന്നെ യു എയിൽ വന്നിട്ട് ഏതാണ്ട് ഒരു 13 അവാർഡ് കിട്ടി. അതിൽ ഏറ്റവും കൂടുതൽ നാടകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നാടകവുമായി ബന്ധപ്പെട്ട് അത് ഏറ്റവും നല്ല അംഗീകാരമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഇന്ത്യക്ക് വെളിയിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ മത്സരമായതുകൊണ്ട് തന്നെ പ്രഗത്ഭരായ സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പം യു എയിൽ ഇപ്പം മത്സരങ്ങളില്ല, വേദികളില്ല, നാടകങ്ങളൊന്നുമില്ല. ഇപ്പം എങ്ങനെയാണ് നാടക കലാകാരന്മാർ, അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന നമ്മുടെ കലാകാരന്മാരുടെ ഒരു അവസ്ഥ എന്താണ്? അത് ഈ ഒരു ഇരുണ്ട കാലത്ത് നമ്മുടെ അതായത് നാടകത്തിൽ നിൽക്കാനൊരു തറയും പിന്നിലൊരു മറയും മുമ്പിൽ നിങ്ങളും ഉള്ളിൽ നമ്മൾ നാടകം ഉണ്ടെങ്കിൽ നാടകം കളിക്കാം എന്നാണ് പറയുന്നത്. എന്നൻപിള്ള പറഞ്ഞതാണ്. അതുപോലെ ഇതിപ്പോൾ നമ്മുടെ മുന്നിലും മറ വന്നു പോയി. നമ്മുടെ മുന്നിലും മറ വന്ന് വായ മൂടി കെട്ടിയിട്ട് എല്ലാവരും ഇരുട്ടറയിൽ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കലാകാരന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അത് കപ്പലണ്ടി മിഠായി വിൽക്കുന്ന ആൾ മുതൽ ബ്രഹ്മാണ്ഡ നാടകം ചെയ്യുന്ന ആൾക്കാർ വരെ ഇന്ന് വളരെ ബുദ്ധിമുട്ടിലാണ്. കലാകാരന്മാരുടെ കാര്യം വളരെ പരിതാപകരമാണ്. സർക്കാർ ചെറിയ സഹായങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ എന്തായാലും ഇതെപ്പോഴും ഈ അവസ്ഥ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട്. വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിരുന്നു. ഇവിടെ ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അധ്യാപകനൊക്കെ ആയിട്ട് വർക്ക് ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ അടച്ചു. അതുകൊണ്ട് തന്നെ മറ്റു തൊഴിലുകളില്ല. ഈ കലാകാരന്മാരായ നമ്മുടെ വാതിലുകൾ തുറക്കുക ചിലപ്പോൾ അവസാന കാലങ്ങളിലായിരിക്കും. അപ്പോൾ മറ്റു തൊഴിലിലേക്ക് ഏർപ്പെടേണ്ടി വരും എന്നുള്ള ഒരു ചിന്തയിലാണ്. കഴിഞ്ഞ 35 വർഷത്തെ നാടകരംഗത്തെ പരിചയമുള്ള മികച്ച ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ക്ലിൻ പവിത്രൻ മാഷാണ് നമ്മളോടൊപ്പം ഇത്രയും നേരം ഈ ടോക്ക് ഷോയിലുണ്ടായിരുന്നത്. മാഷ് ആഗ്രഹിക്കുന്ന പോലെ കലാരംഗങ്ങളും നാടകവേദികളും വീണ്ടും സജീവമാകുകയും എല്ലാ കലാകാരന്മാരും വീണ്ടും ഈ സജീവമായി ഈ രംഗത്തേക്ക് വരികയും ചെയ്യുന്ന ഒരു സമയം എത്രയും പെട്ടെന്ന് ഉണ്ടാകട്ടെ എന്നുള്ള പ്രതീക്ഷയിലാണ് നാമൊക്കെ. നമ്മളോടൊപ്പം ഇത്രയും നേരം പങ്കെടുത്ത പവിത്രൻ മാഷിനോട് നന്ദി പറയുന്നു. താങ്ക് യു പവിത്രൻ മാഷ്. അബുദാബി 24/7 ചാനലിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. കാരണം ഒരു നാടകത്തിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ പിന്നറിങ്ങിൽ പ്രവർത്തിക്കുന്ന ഇത്തരം കലാകാരന്മാരെ മുൻനിരയിലേക്ക്, അതായത് വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിച്ചതിന് എൻ്റെ പ്രത്യേക നന്ദി. നമസ്കാരം. വാർത്തകളിൽ നിറയുന്ന വ്യക്തികൾ മാത്രമല്ല, സ്വന്തം ജീവിതം കൊണ്ട് വാർത്തകൾ എഴുതുന്ന വ്യക്തികളുമുണ്ട്. അത്തരം വ്യക്തികളുമായും വാർത്തകളുമായും ഇൻസൈറ്റ് വീണ്ടും എത്തും. ടിൽ ദെൻ, അബുദാബി 24/7 അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.